ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ ഉപയോഗം കുറയ്ക്കുന്നതിനുമായി യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉടമയുടെ ഫോട്ടോയും QR കോഡും മാത്രം ഉൾക്കൊള്ളിക്കുന്ന ആധാർ കാർഡുകൾ നൽകുന്നതിനെ കുറിച്ച് പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. ഡിസംബർ 1 ഈ നിർദ്ദേശം ആധാർ അതോറിറ്റിക്ക് മുൻപിൽ അവതരിപ്പിക്കും. കേരളത്തിൽ കോഴിമുട്ടയ്ക്ക് റെക്കോർഡ് വില. ഒരു മുട്ടയ്ക്ക് 7.5 രൂപയായി. 7 രൂപ വരെയാണ് പരമാവധി വില വന്നിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുമതി കൂടിയതാണ് തിരിച്ചടിയായത്. നാമക്കലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് 6 രൂപ 35 പൈസയ്ക്കാണ് മുട്ട കിട്ടിയിരുന്നത്. ഇവർ ചെറുകിട വ്യാപാരികൾക്ക് 6 രൂപ 70 പൈസയ്ക്ക് വിൽക്കും. ഇത് സാധാരണ കടകളിൽ എത്തുമ്പോൾ 7.5 രൂപയാകും. പാമ്പ് കടിയേറ്റ് 1 വയസ്സുകാരന് ദാരുണ അന്ത്യം. മഞ്ചേരി പുക്കളത്തൂർ സ്വദേശി ശ്രീജേഷിന്റെ മകൻ അർജുനനാണ് മരിച്ചത്. 1.5 വയസ്സും 3 മാസവും പ്രായമുള്ള കുഞ്ഞാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. മുറ്റത്ത് കളിക്കുന്നതിനിടെയായിരുന്നു പാമ്പ് കടിയേറ്റത്. വീട്ടുകാർ ഉടനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മുറിവിൽ തുന്നലിടുന്നതിന് പകരം ഫെവിക്വിക് പശ പുരട്ടിയതായി പരാതി. ഉത്തർപ്രദേശിലെ മീററ്റിൽ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം. ജഗ്രതി വിഹാറിൽ താമസിക്കുന്ന സർദാർ ജസ്ബീന്ദർ സിംഗിന്റെ മകന്റെ മുറിവിലാണ് ഡോക്ടർ ഫെവിക്വിക് പുരട്ടിയത്. ബംഗ്ലാദേശിൽ ഭൂചലനം. 5.2 മാഗ്നിറ്റ്യൂഡ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലും കൂടി അനുഭവപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 10:08 നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്.